പരിപാടി ഉദ്ഘാടനം ചെയ്യുകയെന്ന് പറയുന്ന വലിയ ദൗത്യം നിർവഹിക്കും. ഇവിടെ 40 മിനിറ്റ് സംസാരിക്കണമെന്ന ഒരു രീതിയിലാണ് പരിപാടി അത് അറേഞ്ച് ചെയ്തത്. ഇതെല്ലാം അത്രയൊന്നും ആവശ്യമില്ല. പക്ഷേ 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്നിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം, ശബ്ദം കുറച്ച് നേരമായിട്ട് നമ്മുടെ വഴിയിലല്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഏറ്റവും മികച്ച 2 പ്രഭാഷകന്മാർ എനിക്ക് ശേഷം സംസാരിക്കാൻ പോയിരിക്കുകയാണ്. ഞാനതിൽ കൂട്ടുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണെങ്കിലും അദ്ദേഹം പ്രസംഗിക്കുന്ന എനിക്ക് ഞാനങ്ങനെ കേട്ടിട്ടില്ല. ഒരു ചർച്ചകളിലും കമ്മിറ്റി മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമായിരിക്കും. അതേസമയം അനീലും കെയ്യനും ഇന്ന് കേരളത്തെ സാമാന്യമായ രീതിയിൽ തങ്ങളുടെ വീക്ഷണം കൊണ്ടും ജ്ഞാനം കൊണ്ടും ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് വളരെയേറെ ആവേശം നൽകിക്കൊണ്ടിരിക്കുന്ന 2 മഹാപ്രതിഭകളാണ്. അപ്പോൾ അവർക്ക് മുമ്പാകെ നമ്മളെല്ലാവരും അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ മുഹമ്മദ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ എൻ്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തു. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നടന്ന കുറേ പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ കുറേ പലതരത്തിലുള്ള സംവാദങ്ങളും വിവാദങ്ങളും, അതിലൊക്കെ തന്നെ നമ്മുടെ കെയ്യൻ ഏത് മട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള പല കാര്യങ്ങളിലേക്കും എൻ്റെ ഓർമ്മകൾ കടന്നുപോയി. കുറേ കാലമായിട്ട് ഈ ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് എഴുത്ത് മാത്രമല്ലാതെ മറ്റു തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ആയിട്ട് അതിൻ്റെ സമാന്തരമായി ഓരോരുത്തരായിട്ട് പോകുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെയും കൂടി അനുഭവങ്ങളാണ്. പെട്ടെന്ന് ഓർമ്മയ്ക്ക് വന്നൊരു കാര്യം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM ഒരു കാലഘട്ടത്തിലുണ്ടായ വിഭാഗീയതയുടെ ഒരു കാലം. അന്ന് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ വേദികളിൽ ഉണ്ടായിരുന്ന അത് വളരെ പ്രത്യേകമായ രീതിയിൽ അത് പ്രതികരിച്ചു. ഞാൻ തുറന്നു പറയാൻ കാരണം, ഞാനന്ന് ആ പാർട്ടിക്ക് അകത്തുണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു, സംഘടനാപരമായിട്ട് അകത്തുണ്ടായിരുന്നു. അതേസമയം പുരോഗമന കലാസാഹിത്യ സംഘത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഘത്തിൻ്റെ അകത്ത് കമ്മിറ്റി മീറ്റിങ്ങുകളായാലും മറ്റ് ക്യാമ്പുകളിലായാലും ഒക്കെ നടന്ന ചർച്ചകൾ അതിന് മുഴുവൻ അർത്ഥത്തിലും എനിക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ല. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ വിഷയം മറ്റ് പലതരത്തിലായിരുന്നെങ്കിൽ പോലും അത്തരം വേദികളിൽ വളരെ രൂക്ഷമായി വിമർശിക്കപ്പെട്ടതായിട്ട് ഞാൻ അതിൽ അന്നത്തെ ഒരു വിഭാഗം പിന്നീട് അവർ സാഹിത്യ സംഘത്തിൽ നിന്ന് വിട്ടുപോയി. അവർക്ക് കെയ്യൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചമാരി കെയ്യനെ നമുക്ക് വന്നിട്ട് പുസ്തകം എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ സാംസ്കാരിക രംഗത്തെ ഒരു എതിരാളി എന്ന പേരിൽ വിമർശിച്ചത് കെയ്യനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കെയ്യനെ സാധാരണ മട്ടിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രീതിയിൽ കെയ്യൻ ഒരു മത വിഭാഗത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയിലൊക്കെ തന്നെയുള്ള വിമർശനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉയർന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എൻ്റെ ഒരു സാമാന്യ ധാരണ അതിൻ്റെ സംശയങ്ങളെയൊക്കെ ദൂരീകരിച്ച ഒരു സംഗതിയായിരുന്നു. കാരണം ഞാൻ കെയ്യനെ വായിക്കുന്നുണ്ട്, ഞാൻ കെയ്യനെ കേൾക്കുന്നുണ്ട്, കെയ്യനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കെയ്യൻ വിമർശിക്കപ്പെടുമ്പോൾ, കെയ്യൻ ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ സമരത്തിൻ്റെ, അല്ലെങ്കിൽ ആ വിഭാഗീയ രാഷ്ട്രീയ സമരത്തിൻ്റെ ഉള്ളുകളികൾ എന്താണെന്ന് തിരിച്ചറിയാൻ അന്നത്തെ കെയ്യൻ വിമർശനം എന്നെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് വസ്തുത. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല.
പലപ്പോഴും ഈ മട്ടിൽ കയ്യാൻ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംശയമില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിക്കില്ല. നേരത്തെ സംസാരിച്ച പോലെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളോ പുസ്തകങ്ങളോ അതിനേക്കാളൊക്കെ പ്രധാനമായ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതമോ ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാനിട്ടാണോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടാണോ എന്നറിയില്ല. അങ്ങോട്ടുള്ള വിലയിരുത്തലുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു. ഞാനത് നേരത്തെ മുഹമ്മദ് പറഞ്ഞ പോലെ ഞാനത് സൂചിപ്പിച്ചത് കെയ്യൻ ഒരു തീവ്രവാദിയാണെങ്കിൽ അത് അദ്ദേഹം എടുക്കുന്ന മതേതര ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇത്രമാത്രം കർശനമായ മതേതര നിലപാടുകളും ജനാധിപത്യ ജീവിത രീതിയും പുലർത്തുന്ന വേറൊരാളെ ഞങ്ങൾക്കിടയില്ല. ഇത്രമാത്രം കർശനമായ രീതിയിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ പുലർത്തണോ എന്ന് പോലും എനിക്ക് പലപ്പോഴും സംശയമുണ്ട്. നമ്മളൊരു സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിക്കുകയാണ്. അത് നമുക്ക് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അന്നത്തെ ജീവിതം ഇന്ന് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തെ, സമൂഹത്തെ, രാജ്യത്തെ ഒക്കെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ മാറുന്ന ലോകം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് ആ കാലത്തിന് അനുസൃതമായ ഒരു ജീവിതം നമുക്ക് ഇന്ന് ജീവിക്കാൻ കഴിയില്ല. ഇന്ന് ജീവിക്കുന്നവരുണ്ടാവാം, അവർ വേണമെങ്കിൽ സന്യാസികൾ നിർഭവകാരികളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ സാമാന്യ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിയും. ചെയ്യാനായിട്ട് അത്തരമൊരു നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചത്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഉദാഹരണത്തിന് മതപരമായ ഏതെങ്കിലും തരത്തിൽ മതപരമായ ചടങ്ങുകളുള്ള അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു ചടങ്ങിലും അദ്ദേഹം സമ്മതിക്കില്ല എന്നുള്ളൊരു തീരുമാനം. വിവാഹമായിരുന്നു, ആരുടെയെങ്കിലും വിവാഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ സൗകര്യമായിട്ടാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കാനും എഴുതാനുമുള്ള സമയം ധാരാളം കിട്ടുന്നു, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കല്യാണത്തിനൊക്കെ പോയി സമയം ചെലവഴിക്കാൻ അത്തരമൊരു നിലപാടെടുക്കുന്നത് കൊണ്ട് എനിക്ക് സൗകര്യം കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറയാറുണ്ട്. പക്ഷേ വിവാഹങ്ങളെ പറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഒരു സാമൂഹികമായ മനുഷ്യബന്ധങ്ങളുടെ കാര്യങ്ങളാണ്. അതിൽ നിന്ന് പോലും തൻ്റെ കർശനമായ നിലപാട്, മതേതര നിലപാട് പാലിക്കുന്ന ഒരാൾ, അത് ജീവിതത്തിലൊന്ന് പാലിച്ച് എഴുത്തിൽ വേറൊന്ന് പാലിക്കുന്നതല്ല. ജീവിതത്തിലും എഴുത്തിലും ഏത് പ്രശ്നത്തെ സമീപിക്കുകയാണോ ആ പ്രശ്നത്തിലും ഒക്കെ തന്നെ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെയാണ് പലപ്പോഴും വളരെ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാണാൻ പലപ്പോഴും പലരും ശ്രമിക്കുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വന്ന ഒരു വാചകം നമ്മുടെ ഒരു കഥാകൃത്തിൻ്റെ ഒരു പ്രസിദ്ധമായ വാചകമാണ്. ഉദാസയിലെ ഞങ്ങളുടെയൊക്കെ സമകാലികനായിട്ടുള്ള വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള മലയാളത്തിലെ നല്ലൊരു കഥാകൃത്താണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ RSSന്റെയും BJPയുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ എഴുതാറുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിലൊന്നല്ല എഴുതുന്നത്. ഇപ്പോൾ നേരെ പുറത്തുള്ള പ്രസിദ്ധീകരണങ്ങളാണ് അദ്ദേഹം എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അന്ന് അദ്ദേഹം ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് കെയ്യനെയും ചിലരെയും, പ്രധാനമായും കെയ്യൻ തന്നെയാണ് ഊന്നിക്കൊണ്ട് ഉപാസയിലെ ബില്ലാതെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസയെ ഇല്ലാതെന്ന് പറയുന്നത് ഇന്നത്തേക്കാൾ ശക്തമായിരുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. ഇന്നില്ലാതെ ഇല്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ അത്ര ശക്തമായി നിന്നിരുന്ന ആഗോള തീവ്രവാദത്തിൻ്റെ മുഖമായിരുന്ന ഒരാളുടെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വിലക്കിയത് എന്നുള്ളത്. നമ്മളിവിടെ എന്താണ് സംഭവിക്കുന്നത്? കെയ്യൻ ഒരു ഭാഗത്തും കേരളം ഒരു ഭാഗത്തും, അല്ലെങ്കിൽ കെയ്യനെ കാണുന്ന കേരളം, അല്ലെങ്കിൽ കേരളം എന്ന് മുഴുവനൊന്നും പറയാൻ കഴിയില്ല.
ഒരു തരത്തിൽ ഉള്ള കേരളം അത് അവിടെ കെയ്യന്റെ മുമ്പാകെ നിന്നുകൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ട ഒരു വിഷയം കേരളം എന്താണെന്നുള്ളതാണ്. കെയ്യനെ ഒരു മത തീവ്രവാദിയായി അല്ലെങ്കിൽ അതിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളായി കാണുന്ന കേരളത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ള നിരവധി ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. അതിനാധാരമായ പല സംഗതികളും ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു അത്തരമൊരു ചരിത്രം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ. കാരണം അത്രമാത്രം തീവ്രമായ പ്രതിലോമകരമായ ആധിപത്യത്തിൻ്റെതായ ജനാധിപത്യ വിരുദ്ധതയുടേതായിട്ടുള്ള ആശയങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി ഉയർന്നു നിന്നിരുന്ന ഒരു പ്രദേശമാണ് കേരളം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള സമരങ്ങൾ അത്ര കണ്ട് രൂക്ഷമാവും. ഉദാഹരണത്തിന് ലോകത്തിൽ പലയിടങ്ങളിലും ആധിപത്യങ്ങൾ നിറത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ആധിപത്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സാമാന്യ മനുഷ്യർക്ക് നേരെ പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് നേരെ പണിയെടുപ്പിക്കുന്ന വിഭാഗങ്ങൾ, പണിയെടുക്കുന്നവരുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ അവരെ അടിച്ചമർത്താനും ഉയർന്നു വരാതിരിക്കാനും വേണ്ടി ലോകത്തെ പല സ്ഥലങ്ങളിലും സാമാന്യം എല്ലായിടത്തും തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടിമത്വം എന്നൊക്കെയാണ് നമ്മളതിനെ പറയാം. ഏറ്റവും വലിയ അടിമത്വമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഒരുപക്ഷെ അമേരിക്കയിലെ കറുത്ത വർഗക്കാർക്കെതിരായിട്ട് അവിടുത്തെ വെള്ള നേതാവിത്വം നടത്തിയ അതിഭീകരമായ ആക്രമണം അടിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ ഭൂതകാലത്തേക്ക് കടന്നു വന്നാൽ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ ചിത്രീകരിക്കണമെന്നില്ല. ഇവിടെ നടന്നിരുന്ന അന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലും മറ്റു കാര്യങ്ങളുള്ള അടിമത്തം എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ലോകം അങ്ങനെയല്ല ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളിക്കാണെങ്കിൽ അവന്റെ പിന്നീട് ഭൂതകാലത്തെ കുറിച്ച് വലിയ ഓർമ്മകളുമില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇത്രമാത്രം ചരിത്രത്തെ മറന്നു കളയുന്ന ചരിത്രം, അത് ഒരു അക്കാദമിക് വിഷയം കൂടിയാണ്, ഞാനത് പരാമർശിക്കുന്നതെന്ന് മാത്രം. ചരിത്രത്തെ ഇത്രമാത്രം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിന് അത് കേരളത്തെ പോലെ വേറുണ്ടായിരുന്നു സൂക്ഷിക്കുന്ന കാര്യത്തിലും പരിശോധിക്കുന്ന കാര്യത്തിലും രേഖപ്പെടുത്തുന്ന കാര്യത്തിലും അതൊക്കെ ഒരു അക്കാദമിക് വിഷയമാണ്. സർഗാത്മകതയുടെ കാലത്തേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം. ഒരു ചരിത്രമായിട്ടോ പുരാവസ്തുവായിട്ടോ സൂക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം അത് ഒരു ജനത എങ്ങനെയാണ് സർഗാത്മകമായി അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. സർഗാത്മകമായി അടയാളപ്പെടുത്തുന്നതിന്റെ പേരാണ് കലയും സാഹിത്യം. പക്ഷെ നമ്മളെങ്ങനെ ജീവിച്ചു, നമ്മളെങ്ങനെ അതിഭീകരമായ അടിമത്തത്തിൽ കഴിഞ്ഞുകൂടി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സർഗാത്മകമായ അടയാളപ്പെടുത്തൽ എത്ര ഉണ്ട് നമുക്ക് ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ വേണ്ടത്ര വിശകലനാത്മകമായ രീതിയിൽ കുമാരനാശാൻ നമുക്ക് എണ്ണി പറയാൻ കഴിയും എത്ര കൃതികളുണ്ട്. ഉദാഹരണത്തിന് ജാതി മേധാവിത്വവും അരങ്ങുവാണിരുന്ന ആ കാലത്തെയും അന്നത്തെ ജാതി മേധാവിത്വത്തിനെതിരായി നടന്ന സമരങ്ങളെയും ഒക്കെ തന്നെ ചിത്രീകരിക്കുന്ന എത്ര കൃതികളുണ്ട്. എത്ര നമ്മൾ പറയുമ്പോൾ നമ്മുടെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടിയിരിക്കും, സ്വയം വിമർശനാത്മകമായി പരിശോധിക്കേണ്ടിയിരിക്കും. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആ കാലഘട്ടത്തിലെ ധാരണകളും അതിൽ പ്രധാനമാണ്. ആ ധാരണകൾ ഇന്ന് എത്ര കണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് വേറെ പരിശോധന നടത്തുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കാരണം ഒരു ജനവിഭാഗം സാമൂഹ്യമായി സാമ്പത്തികമായി ഉയർന്നു കഴിഞ്ഞാൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ പ്രശ്നങ്ങളും സാമൂഹികമായ രീതികളും ഒക്കെ തന്നെ അവർക്ക് തരണം ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസത്തിൽ ആ കാലഘട്ടത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം പ്രധാനമായും മുന്നിയത് അവരുടെ സാമ്പത്തികമായ വളർച്ചയിലും തൊഴിൽപരമായ സ്വാതന്ത്ര്യത്തിലും തൊഴിലിലും അതുപോലുള്ള സംഗതികളിലൊക്കെ അതൊരു വലിയ സംഭവമായി. എഴുത്തുപുറത്തുകളിൽ നിന്ന് പല ജനവിഭാഗങ്ങളും കൂലിക്കാരെ കർഷക തൊഴിലാളികളായിരുന്നു, മത്സ്യത്തൊഴിലാളികളായിരുന്നു,
ഇന്ന് നമ്മൾ ഓർക്കുന്ന പ്രിയപ്പെട്ട അന്തരിച്ച എം ലോറൻസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആലപ്പുഴയിലെയും കൊച്ചിയിലെയും ഒക്കെ തന്നെ തോട്ടികൾ എന്നറിയപ്പെടുന്ന ശുചീകരണ തൊഴിലാളികൾ അവരെ അടക്കം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ ആ കാലഘട്ടത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന്, പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന് വലിയ സംഭവിക്കാനിരിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള രേഖപ്പെടുത്തൽ, സർഗാത്മകമായി അത്തരത്തിലുള്ള അവതരണങ്ങൾ കഴിഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അന്നത്തെ സാമൂഹ്യ ജീവിതത്തെ കൃതികളിലൂടെ വേണ്ടത്ര രീതിയിൽ ആവിഷ്കരിക്കാത്തതിന്റെ ഭാഗമായി ചരിത്രം ഒരു ജനതയിൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, ഓരോ തലമുറയിലും ചരിത്രം ഏത് രീതിയിലാണ് അവൻ്റെ ബോധത്തിൽ, അവൻ്റെ സിരകളിൽ, അവൻ്റെ ജീവിത രീതിയിൽ, അവൻ്റെ കുടുംബ ബന്ധങ്ങളിൽ, അവൻ്റെ സാമൂഹ്യ വീക്ഷണത്തിൽ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരവിശ്വമായ ചരിത്രം, അല്ലെങ്കിൽ അനുഭവങ്ങളുടെ വലിയ സമുദ്രങ്ങൾ കടന്നു വന്ന ചരിത്രം. അതാണ് കേരളീയ ജനതയ്ക്കുള്ള ചരിത്രം. ആ ചരിത്രത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് പുതിയ തലമുറയിലേക്ക് സർഗാത്മകമായി കടന്നു വന്നിട്ടുള്ളൂ എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ എന്തു തന്നെയായാലും ഇന്ന് കേരളത്തിൻ്റെ പ്രത്യക്ഷ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം അതിൻ്റെ ആന്തരിക ലോകങ്ങളിൽ വന്നുപെട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള സ്വഭാവങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കേരളത്തിലെ സാംസ്കാരിക മേഖലയിലെ ചില സ്ഥലങ്ങളിൽ നിന്നും KEN നോക്കിക്കാണുന്ന രീതി. ഇത് KEN നോക്കിക്കാണുന്ന രീതി എന്ന് മാത്രം തന്നെ നമ്മൾ കുറച്ച് കാണാൻ കഴിയും. നമ്മൾ ഈ കടന്നു വന്ന കേരളം വലിയ പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന, പല തലത്തിലും നടന്ന, സാമൂഹികമായും സാമ്പത്തിക തലത്തിലും, കർഷകരുടെ തലത്തിലും, കൃഷിക്കാരുടെ തലത്തിലും, അതുപോലെ തന്നെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും ഒക്കെ തന്നെ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന കേരളം ഇന്ന് പുലർത്തുന്ന ചില മനോഭാവങ്ങൾ, അതിലൊന്ന് തീർച്ചയായിട്ടും ഇന്ന് ലോകം അമേരിക്കയിലെ ആ 2 ഗോപുരങ്ങൾ തകർക്കപ്പെട്ടതിന് ശേഷം ലോകത്ത് വളരെ വിദഗ്ധമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആ ഒരു സംഗതി സാമാന്യമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആന്തരികമായി ബാധിച്ചിട്ടുള്ളത് കേരളത്തെയാണ് പറയുന്നത്. അതേതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിമർശനം, എതിർപ്പ് മാത്രമല്ല, അത് കുറെ പലതരത്തിലുള്ള എതിർപ്പുകളുടെ ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ്. എന്താണ് രാജ്യത്തെ, കേരളത്തിലെ ദളിത് ജനവിഭാഗങ്ങളോട്, ആദിവാസി ഗോത്ര ജനവിഭാഗങ്ങളോട് കേരളത്തിലെ നികൃഷ്ട ജീവിതങ്ങൾ പുലർത്തുന്ന സമീപനം എന്താണ്? സാമൂഹ്യ നീതി എന്ന സങ്കല്പത്തോട്, സംവരണത്തോട്, അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനോടൊക്കെ പുലർത്തുന്ന നിലപാടുകൾ എന്താണ്? ഞാൻ പറയുന്ന കഴിഞ്ഞ നമ്മുടെ പുരോഗമന സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ, കണ്ണൂർ വെച്ചാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട രേഖയിൽ നമ്മൾ ഈ കാര്യം വളരെ കൃത്യമായി പറയുന്നു. ആ രേഖ അച്ചടിച്ച് ഘടകങ്ങളിലേക്ക് കൊടുത്ത് അതൊരു ചർച്ചാ വിഷയമാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ കേരളത്തെ കുറിച്ച് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. പുരോഗമന സാഹിത്യ സംഘത്തിന്റെ നിരവധി സമ്മേളനങ്ങളിൽ രേഖകളൊക്കെ തന്നെ നമ്മൾ ധാരാളം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ കേരളം എന്ന് പറയുന്ന അഭിമാനകരമായ ഒരു പ്രദേശത്തെക്കുറിച്ചാണ് നമ്മൾ വളരെ ആവേശത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ തരത്തിൽ പല മികച്ച പുരോഗതി ആർജിക്കാൻ കഴിഞ്ഞ് കേരളം ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായ സംസ്ഥാനം എന്നുള്ള നിലയിൽ ആണ് നമ്മൾ ഈ രേഖകളിലൊക്കെ അവതരിപ്പിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലും നമ്മുടെ ചർച്ചയിലേക്ക് കടന്നു എന്നുള്ള ഒരു കാര്യമാണ് കേരളത്തിന് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾ. ആ അപജയങ്ങൾ, ആ വലതുപക്ഷവൽക്കരണം,
ആ രാഷ്ട്രീയവൽക്കരണം, ജനാധിപത്യ വിരുദ്ധത, ജാതി മേധാവിത്വത്തിന്റെ തിരിച്ചുവരവ്, അല്പസ്വല്പം ഒക്കെയായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മതഭ്രാന്ത്, ഇതര മതങ്ങളോടുള്ള വിരോധം, മറ്റൊരുത്തനെ അവൻ്റെ വസ്ത്രധാരണ രീതി, അവൻ്റെ ഭക്ഷണ രീതി, അവൻ്റെ ചിന്താ രീതി ഒന്നും തന്നെ സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. വാസ്തവത്തിൽ കേരളത്തിന്റെ ചരിത്രത്തെ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊന്നും തന്നെ ഇവിടെ ഉണ്ടാകേണ്ടതല്ല. എന്തുകൊണ്ട് അത് ഉണ്ടായി എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് ഞാൻ നേരത്തെ കടന്നുപോയത്. ഇതാവാം ചരിത്രത്തെ വേണ്ട രീതിയിൽ സംശീകരിക്കാൻ കഴിയാത്തൊരു ജനത എന്നുള്ള നിലയിലാവാം കടന്നു വന്ന കാലങ്ങളുടെ അനുഭവങ്ങളൊന്നും തന്നെ ബോധമനസ്സിൽ അടയാളപ്പെടുത്തപ്പെടാതെ പോയത് എന്ന എൻ്റെ ഒരു നിഗമനമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആവേശപൂർവം കേരളത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനിടയ്ക്കാണ് പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടുള്ള പല അനുഭവങ്ങളും നമ്മുടെ മുൻനിർത്തി ഉണ്ടാകും. തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. ഒരു വിലയിരുത്തലിന്റെ, ഒരു സാംസ്കാരിക വിലയിരുത്തലിന് പ്രാപ്തമായ ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം മാറി മാറി മറന്നു വരുന്ന ഒരു സംഗതിയാണ്. ഇതിപ്പോൾ കഴിഞ്ഞപ്പോൾ 2000 നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു സംഗതിയല്ല. അത് തരുന്ന ലക്ഷണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പ് നമുക്കറിയാമല്ലോ, 2 പാർട്ടികൾ, 2 മുന്നണികൾ, 2 തരത്തിൽ ഇങ്ങനെ മാറി മാറി വരുന്നത് എന്നുള്ളത് കേരളത്തിന്റെ ജനാധിപത്യ സ്വഭാവത്തിന് വിരുദ്ധമായൊരു സംഗതിയൊന്നും. അതൊരു പക്ഷേ കേരളത്തിന്റെ ജനാധിപത്യ അടിത്തറയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ്. ജനാധിപത്യത്തിലും മതേതരത്തിലും വ്യത്യസ്തമായ 2 മുന്നണികൾ മാറി മാറി വരും. അതിൽ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളെ സംബന്ധിച്ചും കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചൊക്കെ തന്നെ വ്യത്യാസങ്ങളുണ്ടാവും, ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം, മെച്ചപ്പെട്ടതെന്ന് നമുക്ക് നിഗമനങ്ങളിലെത്താവുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ രണ്ടും ജനാധിപത്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് മത്സരങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അവിടെ നമുക്ക് പോയിട്ട് അങ്ങനെ ഒരു അവസ്ഥ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദിശയിലേക്കാണ് കേരളം പോയിരിക്കുന്നത്. ഇതൊരു സ്ഥായിയായ വിഷയമൊന്നുമല്ല, മാറാം. പക്ഷെ സാംസ്കാരിക മേഖലയിൽ നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ കാഴ്ചവെക്കുന്ന പലപ്പോഴും ആവേശകരമായ അനുഭവങ്ങളുടെ മുൻനിർത്തി ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് വിജയം വരുന്നു കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. 2016 2021 അഭിമാനകരമായ വിജയം. ഒരുപക്ഷെ കേരളത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും ആധാരമായ, കാരണം കേരളത്തിന്റെ വികസനത്തിന് ഒരു തടസ്സമായിരുന്നത് ഇങ്ങനെ മാറി മാറി വരുന്ന മുന്നണികൾ, അതിന്റെ ഭാഗമായിട്ടുള്ള തകർച്ചകൾ ഒക്കെയാണ്. അപ്പോൾ നിരന്തരമായി കൂടുതൽ കാലം കൃത്യമായ ധാരണയോടുകൂടി വികസന പ്രക്രിയയിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായി വന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിലേക്ക് വെളിച്ചത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ മനസ്സാക്ഷി വിലയിരുത്താൻ കഴിയും. ആ കിട്ടിയ വോട്ടിന്റെയും ആ സീറ്റിന്റെയും എണ്ണത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ സാമൂഹ്യ മനസ്സാക്ഷി അത്ര ഗ്രേഡ് ജനാധിപത്യത്തിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് വിലയിരുത്താൻ കഴിയും. അങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രാബല്യത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്നു. പല തലങ്ങളിൽ ഈ സമീപനം നടത്തുമ്പോൾ നമ്മുടെ കയ്യൻ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങളൊക്കെ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, എന്നെയൊക്കെ വളരെ ആവേശം കൊണ്ടിരുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത്, ഈ മനുഷ്യബന്ധങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചില ഉദാഹരണങ്ങൾ പറയും. എന്താണ്, നമ്മളിപ്പോ ഒരു റോട്ടിൽ കൂടി പോകുമ്പോൾ വഴി അറിയാത്ത സ്ഥലത്ത് ചെന്നു. അപ്പോൾ ഒരു വഴിപോക്കൻ കണ്ടു, അയാളോട് വഴി വയ്ക്കുന്നു. അപ്പോൾ അയാൾ നമ്മളെ വളരെ ആവേശത്തോടു കൂടി കൊണ്ടുപോയിട്ട് വഴി കാണിച്ചു തന്ന് നമ്മൾ അവിടെ എത്തിച്ച് അടങ്ങുമെന്നുള്ള വാശിയോടുകൂടി നമ്മളെ കൊണ്ടുപോയി ആലപ്പുറത്തോടെ പോകും, ഇപ്പുറത്തോടെ പോകും, അങ്ങനെ പോകുന്നുള്ള പറഞ്ഞു കൊണ്ടുപോകുന്നു. ഇതും ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഒരു നിയമമില്ല. കയ്യൻ പറയാറ്, കയ്യന്റെ പദ്ധതിയാണത്. ഇങ്ങനെ ഒരാൾ, ഒരു സഹജീവി നമ്മളെ സഹിക്കണമെന്നോ നമ്മളെ സ്നേഹിക്കണമെന്നോ നമുക്ക് ദിശ കാണിക്കണമെന്നോ ഒന്നും തന്നെ നിലനിൽക്കുന്ന നിയമങ്ങളൊന്നും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ നിയമവിദഗ്ധനല്ല, പക്ഷേ അങ്ങനെയൊന്നും കൃത്യമായി വസ്തുതാപരമായി എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒന്നുണ്ട്. അത് പലതരത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. കേരളത്തെ
സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് കേരളത്തിലെ നവോത്ഥാനം തന്നെയാണ്. ആ നവോത്ഥാനം സൃഷ്ടിച്ചത് അതിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അതൊക്കെ എന്തായിരുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് അതിനുശേഷം നവോത്ഥാനാനന്തരം ഈ കാലം വരെ, ഏതാണ്ട് ഈ കാലം വരെ നമ്മുടെ ഗ്രാമീണ ജീവിതത്തിലും അല്ലെങ്കിൽ നഗര ജീവിതത്തിലും നമ്മുടെ മനുഷ്യത്വ കൂട്ടായ്മകളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ജനാധിപത്യത്തിൻ്റെ സ്വഭാവം നമുക്ക് തിരിച്ചറിയാം. അതിനു മുമ്പുള്ള ഘട്ടം, പലരും അതിന് മുമ്പുള്ള ഘട്ടം വളരെ മനോഹരമായിരുന്നു എന്നവർ ചിത്രീകരിക്കാറുണ്ട്. ചില ഭൂതകാല കുടിലുകളിൽ അഭിനമിക്കുന്ന ആളുകൾ അവർ പറയും പഴയ കാലമാണ് ഏറ്റവും വലിയ ശരി, അന്നായിരുന്നു മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, വീടുകളിലൊക്കെ അന്ന് സ്നേഹം പൂത്തുലയായിരുന്നു എന്ന് പറയും. ഇത് നവോത്ഥാനത്തിന് മുമ്പുള്ള കാലത്ത്. എന്താ സ്ഥിതി? അന്നത്തെ വീടുകളിൽ ഭീകരമായ അന്തരീക്ഷമായിരുന്നു. നമുക്ക് പഴയ കാലത്തെ നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹിത്യ സൃഷ്ടികളോ അല്ലെങ്കിൽ ചരിത്രമോ ഒക്കെ വെച്ച് പരിശോധിക്കാം, അല്ലെങ്കിൽ നമ്മൾ പൂർവികർ പറഞ്ഞു കിട്ടിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് പരിശോധിക്കാം. എന്തായിരുന്നു അന്നത്തെ കുടുംബ ബന്ധങ്ങൾ? ആ കുടുംബ ബന്ധങ്ങൾ നിർണയിച്ചിരുന്നത് ഒരേ ഒരു ഘടകമായിരുന്നു, വെറും ആചാരം, വ്യവസ്ഥകൾ, ആചാരപരമായ കുടുംബ ബന്ധം. അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിലുള്ള ചില ആചാരപരമായ വളരെ സാങ്കേതികമായ ഒരു സാങ്കേതികതയുടെ കൊട്ട പ്രാപ്തമായ ഒരു നൂലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടം. പ്രണയം എന്നൊക്കെ പറയുന്നൊന്നും ആ കാലഘട്ടത്തിലൊന്നും നരേന്ദ്രപ്രസാദിന്റെ ഒരു നാടകത്തിൽ സൗഹൃദാണെന്ന് തോന്നുന്നു. ഒരു യുവാവ് പറയുകയാണ്, എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിക്കാതെ വയ്യ എന്ന് പറയുന്നത് ഒരു ഡയലോഗാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ പറയാണ്, ഭാര്യയെ സ്നേഹിക്കുക, അങ്ങനൊരു സംഭവം ആരെങ്കിലും അവരവരുടെ ഭാര്യമാരെ സ്നേഹിക്കാറുണ്ട്. സ്നേഹിക്കാൻ വേറെ എത്രയോ ആൾക്കാരുണ്ട്, സ്ത്രീകൾ തന്നെ വേറെ എത്രയോ ഉള്ളു, എന്തെല്ലാം ഒരാൾ ഭാര്യയെ സ്നേഹിക്കും. അപ്പൊ ഭാര്യ എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യേകമായ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ നിയോഗിക്കപ്പെട്ട തൊഴുത്തിലെ കന്നുകാലികൾ പോലെ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സംഗതി മാത്രമാണ് അവിടെ. അത് ഭാര്യയുടെ കാര്യത്തിൽ മാത്രമല്ല, കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുത്ത കാലത്ത് തലമുറ നീണ്ടു നിൽക്കുന്നതിനും ഇവിടെ ഈ കുടുംബകാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിനും വേണ്ടി ഒരാൾ അയാൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ചില സാങ്കേതികമായ സൗകര്യങ്ങൾ അനുസരിച്ച് ചില സ്നേഹബന്ധങ്ങൾ, അത് തന്നെ ചില സംഭവങ്ങളിൽ ചില ആൾക്കാർ നടത്തിയാൽ മതി. കല്യാണത്തിൽ ചില ആൾക്കാർ നടത്തിയാൽ മതി, കുടുംബത്തിലെ മൂത്ത ആൾക്കാർ മാത്രം കല്യാണം നടത്തിയാൽ, ബാക്കി നോട്ടിഫിക്കേഷൻ ഒന്നും നടത്തില്ല. അവരിങ്ങനെ വേറെ നടക്കുന്നു. മക്കളെ അച്ഛൻ തൊടാൻ അനുവാദമില്ലാത്ത മക്കളുണ്ടായിരുന്നു. ഇതിപ്പോ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കാര്യം മാത്രമല്ല, ഒട്ടുമിക്കവാറും സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലേക്ക് കിടന്നവരിപ്പം നമ്മുടെ ഇതായിട്ട് വന്നിട്ടുള്ള കൊളുക്കൻ എന്ന് പറയുന്ന നോവൽ ഞാൻ ഈയിടെ വായിച്ചു. പുഷ്പമ്മ ഒരു ആദിവാസി സ്ത്രീയാണ്. ഗോത്രവർഗത്തിലെ അവരുടെ സമുദായത്തിന്റെ പൂർവ്വചരിത്രം എഴുതിയിരിക്കുക. ആ നോവലയോട് ശ്രദ്ധിക്കപ്പെടുന്ന നോവലാണ്. അതിൽ ഒരു സൂക്ഷ്മതലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ ആ സമൂഹത്തിലേക്ക് മറ്റുള്ളവർ കടന്നു കയറുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ അകത്തെ ആന്തരികമായ ജനാധിപത്യം ഇല്ലായ്മയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതാണ് ഒരു നോവലിന്റെ പ്രസക്തി. ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പുരോഗതിയെ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രക്ഷോഭങ്ങൾ നടത്തും, അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതും, മാനിഫെസ്റ്റോ എഴുതും. എന്താണ് നമ്മുടെ മലയാളി മെമ്മോറിയൽ പോലെയോ അല്ലെങ്കിൽ ഏഴോ മെമ്മോറിയൽ പോലെയുള്ള സാധനങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കും. അതൊക്കെ വളരെ പ്രധാനം. പക്ഷെ അതിനെ സംബന്ധിച്ച് ഒരു കവിതയോ നോവലോ ആകുമ്പോൾ അതിൽ ജീവിതം സമഗ്രമാണ്. അവിടെ ആധിപത്യം വഹിക്കുന്ന സമൂഹത്തിൽ തന്നെയുള്ള അതിൻ്റെ യാന്ത്രികമായ കെട്ടുപാടുകൾ, ആചാരങ്ങൾ. എന്ന് പറയുന്ന നോവലിൽ ഊരാളി സമൂഹം അവിടുത്തെ ആചാരങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ അതിൽ ചിത്രീകരിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അത്തരത്തിലുള്ള അങ്ങേയറ്റം യാന്ത്രികമായ ആചാരപരമായ കുടുംബബന്ധങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു. അവിടെ ഇല്ലാത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ സ്നേഹമായിരുന്നു. എന്താണോ വേണ്ടത്, മനുഷ്യബന്ധങ്ങളിൽ വേണ്ടതെന്നാണ് സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് നവോത്ഥാനത്തിന്റെ മുഖ്യ മുദ്രാവാക്യം സ്നേഹമായി മാറുന്നത്. ചണ്ടാലഭിഷേകി എന്ന് പറഞ്ഞ കവിതയിൽ അടുത്ത കാലത്ത് ചണ്ടാലഭിഷേകിയുടെ അവസാന ഭാഗത്ത് ശ്രീബുദ്ധനെ കൊണ്ടുവന്നിട്ട് പ്രസംഗിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊരു നിരൂപകൻ എഴുതിയിരുന്നു. അതാണ് കവിതയുടെ ശില്പഭംഗിക്ക് തകർച്ച സംഭവിച്ചിട്ടോ എന്നുള്ള ഒരു പരിശോധന എൻ്റെ സുഹൃത്തായ നിരൂപകൻ പറയുന്നത്. വാസ്തവത്തിൽ
ആവർത്തിച്ച് പറയുകയാണ്. സ്നേഹം ഒരു മുദ്രാവാക്യം പോലെ അവിടെ കുമാരനാശാൻ സ്നേഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കേരളീയത്തിന്റെ നവോത്ഥാനം കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിലേക്ക് കൊണ്ടുവന്നത് ഏറ്റവും മഹത്തായ ആശയം, ഏറ്റവും മഹത്തായ അനുഭവം, ഒരു പ്രത്യയശാസ്ത്രം കണക്ക് എന്ന് പറയാവുന്ന സംഗതി സ്നേഹമാണ്. മനുഷ്യബന്ധങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവന്നു. അതിന്റെ ഒരു കരുത്തിലാണ് ഈ കഴിഞ്ഞ 10-70 കൊല്ലമായിട്ട് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതിന്റെ വക്താക്കളും അതിന്റെ പ്രയോക്താക്കളും ആണ് നമ്മൾ കേരളീയർ, ഇന്നത്തെ കേരളീയർ. പക്ഷെ ഇവിടെ നമുക്ക് വഴിതിരിക്കുകയാണ്. നമ്മൾ കുടുംബബന്ധങ്ങളെ തന്നെ പരിശോധിക്കുമ്പോൾ സമൂഹത്തിന്റെ മറ്റു കാര്യങ്ങൾ പോകട്ടെ, നാട്ടിൽ നടക്കുന്ന കൊള്ളയും സംഘർഷങ്ങളും പരസ്പരമുള്ള കലഹങ്ങളും മത്സരങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ജീർണതകളും അതൊക്കെ പോട്ടെ, നമ്മൾ കുടുംബത്തിലേക്ക് തന്നെ വരിക. കുടുംബ ബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ ഉണ്ടാകുന്നു. പലതരത്തിലുള്ള അപജയങ്ങൾക്കും അവിടെ കാരണമാകുന്നു. കുടുംബം അവിടുത്തെ നിരാലംബനായ എന്ന് പറഞ്ഞ സ്ത്രീകൾക്കോ കുഞ്ഞുങ്ങൾക്കോ ഒരു അഭയമല്ലാത്ത ഒരു സ്ഥലം പോലുമാകുന്നു. ഏറ്റവും ശക്തമായ ബന്ധം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട പല ബന്ധങ്ങളും വളരെ ശക്തമാണ്. ഇപ്പൊ അമ്മയും മകനും കുഞ്ഞുങ്ങളുള്ള ബന്ധം അതിനേക്കാൾ ശക്തമാണ്, ശാശ്വതമാണ് എന്ന് കരുതപ്പെടുന്ന പ്രണയം. ആ പ്രണയം എന്ന് പറയുന്നത് വലിയൊരു ജനാധിപത്യത്തിന്റെ മഹത്തായ ഒരു സംഗതിയാണ്. വാസ്തവത്തിൽ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലിൽ തങ്ങളെ അതിക്രമിച്ച് തങ്ങളുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ചു വരുന്ന ജാതി പൗരോഹിത്യ മേധാവിത്വത്തെ അവിടെ തടുത്തു നിർത്തുന്നത്, കരുത്തോടുകൂടി തടുത്തു നിർത്തുന്നത് പ്രണയം എന്നുള്ളതിന്റെ കരുത്തിലാണ്. നിസ്സാര സംഗതിയല്ല പ്രണയം. ആ പ്രണയം ഇന്നത്തെ അവസ്ഥ എന്താണ്? പ്രണയത്തിന്റെ സാന്നിധ്യമായിട്ട് പണ്ട് കാലത്തെ പുസ്തകം കൈമാറുന്നു, പൂക്കൾ കൈമാറുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ ചെങ്ങമ്പുഴയുടെ കാലത്ത് അതിന് ശേഷം ഉണ്ടായിരുന്നൊരു കാലത്താണല്ലോ നമ്മളത് വരുന്നത്. പ്രണയത്തിന്റെയും ഏറ്റവും കൂടുതൽ കാൽപ്പനികമായ സൗന്ദര്യത്തിന്റെയും മനുഷ്യനെ ഏറ്റവും സൗമ്യനാവുകയും ഏറ്റവും ഹൃദയവിശാലത അനുഭവിക്കുകയും ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുകയും എല്ലാവരോടും സ്നേഹം കാണിക്കും, സ്നേഹിയോട് മാത്രമല്ല എല്ലാവരോടും സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഭ്രമിക്കപ്പെടുന്നവർ, നയിക്കപ്പെടുന്നവർ എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയ്ക്കായിട്ടാണ് അതിനെ വ്യാഖ്യാനിച്ചത്. പക്ഷെ ഇന്ന് പുസ്തകവും കവിതയും പൂവും ഒക്കെ പോയിട്ട് ഇപ്പോൾ പെട്രോളും മറ്റേ കത്തിയും വാളും ഒക്കെയാണ് പ്രണയത്തിന്റെ ഔദാര്യ ഘടകങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പല കാര്യങ്ങളുണ്ടാവും അതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രത്യക്ഷമായി വളരെ അഭിമാനത്തോടു കൂടി പുരോഗമന കേരളം, ജനാധിപത്യ കേരളം, മതേതരത്വ കേരളം, സഹിഷ്ണുതയുടെ കേരളം, സാമൂഹ്യ നീതിയുടെ കേരളം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ എത്ര കണ്ട് പിന്നാക്കം പോയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്ര കണ്ട് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു മനോഭാവത്തിൽ നിന്നുകൊണ്ടാണ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിർണായകമായ ഒരു ശക്തിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പുരോഗമന ആശയങ്ങളെയും ഇതുവരെയുള്ള നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളുടെ ഭാഗമായി നമുക്ക് ഒരുക്കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ള സാംസ്കാരികമായ ധാരകളുടെയും അതിൻ്റെ സമ്പത്തിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള വികസനങ്ങളെയും മനോഭാവങ്ങളെയും വിജ്ഞാനത്തെയും ഒക്കെ തകിടം മറിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി ഈ ആന്തരിക വലത് പക്ഷവൽക്കരണം അതേതെങ്കിലും ഒരു വലത് രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അപകടകരമായ അവസ്ഥയെ കൂടുതൽ തീവ്രമാക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ കേരളം കെയ്യനെ വായിക്കുമ്പോൾ കെയ്യൻ വായനയാണല്ലോ നമ്മൾ പക്ഷേ ആ നിലപാടിൽ നിന്നുകൊണ്ട് കെയ്യനെ വായിക്കുമ്പോൾ കെയ്യന്റെ മതേതര നിലപാടിനെ അവർക്ക് സംശയത്തോടു കൂടി മാത്രമേ വീക്ഷിക്കാൻ കഴിയൂ. കെയ്യന്റെ ജനാധിപത്യ ജീവിതത്തെ അവർക്ക് സംശയത്തോടു കൂടി മാത്രമേ വീക്ഷിക്കൂ. കാരണം കേരളം മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളത്തിൽ നവോത്ഥാനം, ദേശീയ പ്രസ്ഥാനം, അതിന്റെ ഭാഗമായിട്ടുള്ള സാഹിത്യ സമീപനങ്ങൾ, സാഹിത്യ കൃതികൾ, അതിലൂടെയൊക്കെ നമുക്ക് കുറച്ചെങ്കിലും ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞ
ആ ജനാധിപത്യ കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ കൈകാര്യം കാണുന്നത്. പക്ഷെ ആ പ്രതിനിധി ഇന്ന് കുറ്റവാളിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് വാസ്തവത്തിൽ നോക്കുക. ഇത് കൈകാര്യം മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ. പലപ്പോഴും കൈകാര്യൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ പലപ്പോഴും കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഇടം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മതേതരത്വം എന്ന് പറയുമ്പോൾ കർശനമായ സമീപനത്തോടുകൂടി മതനിരപേക്ഷ നിലപാട് പുലർത്തുന്ന ഒരാളെന്ന നിലയിൽ കെയ്യിൽ നിൽക്കാൻ ഒരു ഇടം ആവശ്യമുണ്ട് ഈ കേരളത്തിൽ. ആ ഇടം എവിടെ എന്നാണ് തൻ്റെ മതപരമായ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അടർത്തി മാറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ് കെയ്യൻ. എവിടെ നിൽക്കണം? കെയ്യൻ നിൽക്കുന്നത് നമ്മളൊപ്പം എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളൊപ്പം നിൽക്കണം. അത് മതേതര ഇടം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നുള്ള ധാരണയാണ് പല ആളുകൾക്കുള്ളത്. നമ്മളാണ് മതേതരവാദികൾ. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിച്ച് പരിശോധിച്ചു പോകുമ്പോഴാണ് നമ്മൾ എത്ര കണ്ട് മതേതരവാദികളാണ്, നമ്മൾ എത്ര കണ്ട് മതേതര നിലപാട് പുലർത്തുന്നതാണ്. സംസ്കാരത്തിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ, ഭൂതകാലം നമ്മളിൽ തന്ന സ്മൃതികളിൽ, അതിൻ്റെ സർഗവ്യാപാരങ്ങളിൽ നമ്മൾ എത്ര കണ്ട് മതേതര ജീവിതം പുലർത്തുന്നവരാണ്. ഇവിടെ മതേതരത്വം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഭൂരിപക്ഷം എങ്ങനെയാണ് ജീവിക്കുന്നത് അതാണ് മതേതരത്വം എന്നൊരു നിലപാട് പലപ്പോഴും പലരും വെച്ച് പുലർത്താറുണ്ട്. അങ്ങനെ ഒരു മതേതര നിലപാടുണ്ട്, അതിനെ പുലർത്തുന്ന ചില പണ്ഡിതന്മാരുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു ചർച്ചയിൽ, അമീത് ജനമംഗലപരമായി നടന്നൊരു ചർച്ചയിൽ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേരളത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദു ജനവിഭാഗം, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ ജീവിത രീതി, അതിൻ്റെ ഭക്ഷണ രീതി, അതിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കാൻ വിസമ്മതിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണല്ലോ, അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധിസ്റ്റുകൾക്കും ഒക്കെ തന്നെ അതിനോട് യോജിക്കാൻ കഴിയാത്ത പ്രശ്നത്തെയാണല്ലോ നിങ്ങൾ ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അമിത് എന്നോട് പറഞ്ഞാണ് തീരുമാനം. അദ്ദേഹം പറയുന്ന ലോകത്തിലെ എല്ലായിടത്തും അതാണ് സ്ഥിതി, അതാണ് അങ്ങനെയാണ് വേണ്ടത്. അതായത് ഭൂരിപക്ഷം വരുന്ന സംസ്കാരത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ശരി. അപ്പൊ അതാണ് മതേതരത്വം എന്നുള്ള രീതി വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ നിലപാടിൽ നിൽക്കാൻ ഒരുപക്ഷെ കൈകാര്യം കഴിയും. അദ്ദേഹം മതത്തെയോ അല്ലെങ്കിൽ വിശ്വാസത്തെയോ ഉപേക്ഷിച്ചത് വേറൊരു മതത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടില്ല, വേറൊരു മനോഭാവത്തെയോ വേറൊരു സംസ്കാരത്തെയോ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടില്ല. എല്ലാ മതങ്ങളും കൂടിച്ചേരുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നാരായണ ഗുരുവിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അദ്ദേഹം മതങ്ങളൊന്നും തന്നെ ഉപേക്ഷിക്കുന്നില്ല, മതങ്ങളുടെ ആചാരങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു, മതങ്ങളുടെ അന്തസത്തയെ ഉപേക്ഷിക്കുന്നില്ല. അത് ലോകത്തിലെ എല്ലാ മതങ്ങളുടെ അന്തസത്ത ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു നിലപാടാണ്. അപ്പോൾ ആ മതങ്ങളൊക്കെ പാടെ കൂടിച്ചേരുന്ന ഒരു സംഗതിയായിട്ടാണ് അദ്ദേഹം അതിനെ ഉൾക്കൊള്ളുന്നത്. ആ രീതിയിലുള്ള ഒരു മതേതരത്വത്തിൻ്റെതായിട്ടുള്ള ഒരിടം ഇല്ലാത്തതിൻ്റെ പ്രശ്നം പലപ്പോഴും കെയ്യൻ എന്ന് പറയുന്ന കടുത്ത മതേതരവാദി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രശ്നസങ്കീർണമാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇങ്ങനെയൊരു വായന ഇവിടെ നടത്താൻ തിരുവനന്തപുരം സാഹിത്യ സെന്ററിൻ്റെ വൈദ്യുതി മേഖല തയ്യാറായതിൽ അവർ വളരെ ആത്മമായി അഭിനയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും